1200 വാട്ട് വരുന്ന ഒരു ഹീറ്റർ 8 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. ആയതിനാൽ തന്നെ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. നമുക്ക് കിട്ടിയ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളിവിടെ കണ്ടെത്തേണ്ടത് യൂണിറ്റ് വൈദ്യുതി ആണെന്ന്. കാരണം നമുക്ക് കിട്ടിയ ചോദ്യം എന്നത് 1200 വാട്ട് വരുന്ന ഒരു ഹീറ്റർ 8 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ചോദ്യം. ആയതിനാൽ തന്നെ യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ കണ്ടെത്തേണ്ടത് എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരക്കടലാസിൽ നമുക്ക് ആദ്യം യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താനുള്ള ഫോർമുല അത് നമുക്ക് ആദ്യം എഴുതാം. യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താനുള്ള ഫോർമുല എന്നത് കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്നതാണ്. ഇനി നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി അടുത്ത സ്റ്റെപ്പായി കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു എന്നത് വീണ്ടും താഴോട്ട് എഴുതുക. കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു എന്ന് എഴുതിയ ശേഷം ഇനി വരുന്നത് വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്നതാണ് വരുന്നത്. നമുക്ക് ഈ ഫോർമുല അഥവാ വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്ന ഈ ഫോർമുല ഉപയോഗിച്ച് ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വരുന്ന വാട്ട് എന്നത് നമ്മുടെ ആ ഒരു ഉപകരണം അത് ഉപയോഗിക്കുന്ന വാട്ടിനെയാണ് ഈ വാട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ 1200 വാട്ട് വരുന്ന ഹീറ്ററാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഈ വാട്ടിൻ്റെ സ്ഥാനത്ത് 1200 വാട്ട് എന്ന് എഴുതാം. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഇൻറ്റു മാർക്ക് അത് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി ഫോർമുല അനുസരിച്ച് വരുന്നത് അവർ എന്നതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അവർ എന്നത് നമ്മുടെ ആ ഒരു ഉപകരണം അത് ഉപയോഗിക്കുന്ന സമയത്തെയാണ് ഈ അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ 1200 വാട്ട് വരുന്ന ഹീറ്റർ 8 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ 1200 വാട്ട് വരുന്ന ഹീറ്റർ അത് 8 മണിക്കൂറാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നമുക്ക് ഈ അവറിൻ്റെ സ്ഥാനത്ത് 8 അവർ എന്ന് എഴുതാം. അതിനുശേഷം ഇവിടെ കാണുന്ന ഡിവൈഡ് ബൈ 1000 എന്നത് അത് നമുക്ക് അതുപോലെ തന്നെ ഇവിടെയും എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പായി നമ്മൾ ചെയ്യുന്നത് കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു എന്നത് വീണ്ടും താഴോട്ട് എഴുതുക. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇനി വാട്ടിനെ അവർ കൊണ്ട് ഗുണിക്കുക. ഇവിടെ വാട്ട് എന്നത് 1200 വാട്ടാണെന്ന് നമ്മളിവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 8 അവർ ആണെന്ന് നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്
1200 വാട്ടിനെ 8 അവർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1200 വാട്ടിന് 8 അവർ കൊണ്ട് ഗുണിക്കാൻ പലർക്കും പ്രയാസം കാണും. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ 1200 വാട്ട് എന്നതിൽ വാട്ട് എന്ന ആ പദപ്രയോഗം അത് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ വരുമ്പോൾ 1200 എന്ന് ലഭിക്കും. അതുപോലെ തന്നെ 8 അവർ എന്നതിൽ അവർ എന്നത് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ വരുമ്പോൾ 8 എന്ന് ലഭിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1200നെ 8 കൊണ്ട് ഗുണിക്കുക. 1200നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 9600 എന്ന് ലഭിക്കും. ആ 9600 എന്നത് അത് നമുക്ക് ഇവിടെ എഴുതാം. ഈ 9600 എന്നത് 1200 വാട്ടിന് 8 അവർ കൊണ്ട് ഗുണിച്ച ആ ഒരു സംഖ്യയാണ്. അതായത് 9600 എന്നത് അത് വാട്ടിനെ അവർ കൊണ്ട് ഗുണിച്ച ആ ഒരു സംഖ്യയാണ്. ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഈ ഡിവൈഡഡ് ബൈ 1000 എന്നത് അത് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് എഴുതാം. ഈ ഒരു സംഖ്യ കിട്ടാൻ കാരണം നമ്മളിവിടെ വാട്ടിന് അവർ കൊണ്ട് ഗുണിച്ചു. വാട്ട് എന്നത് 1200 വാട്ടാണ്, 8 അവറാണ്. അതുകൊണ്ട് തന്നെ 1200 വാട്ടിന് 8 അവർ കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 9600 എന്ന് ലഭിച്ചു. അത് നമ്മൾ ഇവിടെ എഴുതി. നമ്മുടെ ഫോർമുല അനുസരിച്ച് വരുന്നത് വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്നതാണ് ഫോർമുല അനുസരിച്ച് വരുന്നത്. അതിൽ വാട്ടിന് അവർ കൊണ്ട് ഗുണിച്ച സംഖ്യ 9600, അത് നമ്മൾ ഇവിടെ എഴുതി. ബാക്കി വരുന്ന ഡിവൈഡഡ് ബൈ 1000 എന്നത് അത് നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് എഴുതുകയും ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 9600നെ 1000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് 9.6 എന്ന് ലഭിക്കും. നമ്മുടെ ചോദ്യം എന്നത് 1200 വാട്ട് വരുന്ന ഒരു ഹീറ്റർ അത് 8 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതായിരുന്നു ചോദ്യം. ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്നത് 9.6 യൂണിറ്റ് വൈദ്യുതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതാണ് യൂണിറ്റ് വൈദ്യുതി എന്ന് കൃത്യമായി കാണിക്കാൻ വേണ്ടി നമ്മുടെ ഉത്തരക്കടലാസിൽ കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു 9.6 യൂണിറ്റ് എന്ന് എഴുതുക. അതിനുശേഷം അടിയിൽ 2 വരയും വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആമസോൺ വഴി വാട്ടർ ഹീറ്ററുകളും വാട്ടർ ഫ്രീസറുകളും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവയുടെ ലിങ്കുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ള ആ ലിങ്കുകൾ ഉപയോഗിച്ച് തീർച്ചയായിട്ടും അതാത് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.